നമസ്കാരം. എന്റെ സുഖല്ലേ? എന്റെ പേര് ശക്തിവേൽ സർ. ശക്തിവേൽ. ശക്തിവേലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ശക്തിവേൽ വന്നിട്ട് കേരളത്തിൽ ഇവിടെ ഏതോ ഒരു ഫാമിലിനെ തെരഞ്ഞു നടക്കണം. ആ ഫാമിലിനെ കിട്ടിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാണ് അവരെ തെരഞ്ഞു നടക്കണത്? சொல்லுங்க. நான் தமிழ்நாடுக்காரர் சார். இங்கே கேரளா வந்துட்டு எனக்கு 28 வருஷமா ஒரு ஃபேமிலியை ராதாகிருஷ்ணன் ஃபேமிலியை தேடிக்கிட்டு இருக்கேன். 28 வருஷமா? எதுக்காண்டி அவங்கள தேடிட்டு இருக்கேன்? ஒரு நன்றி கடன் சார். சின்ன வயசுலேருந்து வளர்த்துருக்காரு. அவர் சாப்பாடு சாப்பிட்ருக்கேன். அக்காவை கல்யாணம் பண்ணி கொடுத்துருக்கு. அந்த சின்ன வயசுலேருந்து அவர் அப்பாவுக்கு ஹெல்ப் பண்ணியிருக்கு. 28 வருஷமா அவரை பார்க்கணும் ஒரு நன்றி கடனுக்காக என்னை படிப்பு இந்த நிலைமைக்கு இருக்காங்க காரணம் அவங்க தான் காரணம். ஓகே, அவங்கள எப்படியாவது கண்டுபிடிக்கணும் சார். ஓகே, எப்படி இங்கே வந்துட்டு? அப்போ என் ஃப்ரெண்ட்ஸு சார். ஃப்ரெண்ட்ஸு சார். ஓகே, எனக்கு யாருமே இல்லை சார். எல்லாமே என் ஃப்ரெண்ட்ஸு தான். சின்ன வயசுல தான் அவங்கள்ட்ட இருக்கேன். அவர் தான் அந்த கடையை வச்சு கொடுத்துருக்காங்க. ஃப்ரெண்ட்ஸு பேர் ஜலீல். சுக்கூர் முதலாளி. சுக்கூர். சரி, அவங்க இங்கே இருக்கா? இருக்கு சார். கூப்பிடுங்க. പേര് ജലീൽ. ജലീൽ ഭായ്. നിങ്ങളുടെ പേരാ? എൻ്റെ പേര് ഷുക്കൂർ. അപ്പൊ നിങ്ങളാണ് മുതലാളി എന്ന് പറഞ്ഞത്? അല്ലല്ല, സുഹൃത്ത്. ഓക്കെ, അത് അന്ന് മുതലുള്ള സുഹൃത്ത്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു തമിഴ്നാട് കേരളം ഇങ്ങനെ ഒരു ബന്ധം ഇത്രയും ഊഷ്മളായത് എങ്ങനെയാണ് ഇപ്പത്? ഞങ്ങളൊരു 1998 മുതൽ 99 കാലം മുതൽ ചെന്നൈയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഓക്കെ 2012 വരെ. 2012 ഞങ്ങളെ കൂടെ തന്നെ ഇവൻ ഞങ്ങളെ കൂടെ തന്നെ ജോലി ചെയ്ത് ഉണ്ടായിരുന്നു. ഒരേ ഫാമിലിമാര് ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ നിങ്ങൾ ഒരു മലയാളി ഗ്യാങ്ങിന്റെ ഇടയിൽ ഒരു തമിഴ്നാട്ടുകാരൻ മൂപ്പര് മാത്രമേ ഉണ്ടായിരുന്നു? അതെ. അങ്ങനെ അത്രയും അടുത്ത ബന്ധമാണ്. മാത്രമല്ല ഇവൻ വളരെ സത്യസന്ധനായിരുന്നു, ആത്മാർത്ഥമുള്ളവനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ ഇവനുണ്ട്. വേറെ യാതൊരു ഇതുമില്ല, ഒരു ദുശീലവും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ. എന്താ മൂപ്പര് ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താ ആക്ച്വലി അത്? ഇവനുക ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം 10-20 വർഷമായിട്ട് ഇവൻ ഒരു കഥ ഇങ്ങനെ പറയലുണ്ട്. ഒരു മലയാളി ഫാമിലിയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ചെറുപ്പത്തിൽ ആൻഡമാൻ നിക്കോബാറിലായിരുന്നു. ഇവന്റെ ഫാമിലിയോടൊത്ത് ആൻഡമാനിലായിരുന്നു. ഒരു 84 മുതൽ 94 വരെ 10 വർഷത്തോളം ആൻഡമാനിലായിരുന്നു. അപ്പൊ ചെറുപ്പകാലത്ത് ഇവനെ നോക്കിയതും വളർത്തിയതും ഒക്കെ ഒരു മലയാളി ഫാമിലി. ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാറും അദ്ദേഹത്തിന്റെ ഭാര്യ നളിനി എന്ന് പറയുന്ന ആളും. അവർക്കവിടെ രാധാകൃഷ്ണൻ സാറിന് അവിടെ പോർട്ടിൽ എഞ്ചിനീയർ ആയിരുന്നു. നളിനി മാഡം എന്ന് പറയുന്നത് നളിനി മാഡം അവിടെ സ്കൂൾ ടീച്ചറായിട്ട് ജോലി ഉണ്ടായിരുന്നു. അവന്റെ ഇവന്റെ അച്ഛനും ഇവന്റെ അമ്മയും ഇവന്റെ ചെറിയ പെങ്ങളും, ഇവന്റെ നേരെ മൂത്ത 2 പെങ്ങളാണുള്ളത്. ഇവന്റെ നേരെ മൂത്ത പെങ്ങളും 84 മുതൽ അവരെ ആൻഡമാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരാണ് ഇവനെ പഠിപ്പിച്ചതും ഇവന്റെ സഹോദരിനെ വിവാഹം കഴിച്ചഴിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും നോക്കിയത് ഫാമിലിയാണ്. 94 ശേഷം ഈ രാധാകൃഷ്ണന്റെ ഇളയ മകന്റെ ഒരു ജോലി ആവശ്യമാർത്ഥം അവർ ചെന്നൈയിലേക്ക് പോരുക. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ചെന്നൈയിലേക്ക് പോരുക. ചെന്നൈയിലേക്ക് പോന്നപ്പോൾ ഇവനും അവരുടെ കൂടെ ചെന്നൈയിലേക്ക് പോന്നു. ചെന്നൈയിലേക്ക് പോന്നതിന് ശേഷം ഇവന്റെ അച്ഛൻ അവർക്ക് ആൻഡമാൻ നിക്കോബാറിൽ സ്വന്തമായിട്ട് വീടുണ്ട്. അപ്പൊ അച്ഛന് അപ്പൊക്കെ എന്നാ വേല? സെക്യൂരിറ്റി എവിടെ? പോർട്ടില്? ഇവരുടെ വീട്ടിലെ സെക്യൂരിറ്റിയാണ്. ഇവരുടെ വീട്ടിലത്തെ സെക്യൂരിറ്റി. വീട് അവിടെ നിർത്തിക്കൊണ്ടാണ് അവർ മദ്രാസിലേക്ക് പോകുന്നത്. മകന്റെ ജോലി. എത്ര മക്കളാ உங்களுக்கு? 2 മക്കള്. അവരുടെ പേര് ഏതാவது தெரியுமா? பிரதீப், திலீப். அவர் என்ன வேலை பார்க்குறேன்? படிச்சுட்டு இருந்தாப்லையா அந்த டைம்ல? பிரதீப் வந்து டாக்டரா, ദിലീപ് வந்து എഞ്ചിനീയർ. ഓക്കെ. അപ്പൊ ഈ ദിലീപിന് ജോലി കിട്ടിയത് ട്രെയിനിങ്ങിന് ചെന്നൈയിലേക്ക് ആയപ്പോൾ ഇവര് ഫാമിലി മൊത്തം അങ്ങോട്ട് പോയി. ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് പോയി. എന്റെ അച്ഛൻ അവിടെ ആൻഡമാനിൽ വീട് നോക്കിക്കൊണ്ട് ആ വീടിന്റെ സെക്യൂരിറ്റി ആയിട്ട് വീട്. അതെ. പക്ഷെ മകനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോ ഉങ്ങളെയും ഉങ്ക അക്കാവയും കൈ പിടിച്ച് നേരെ ഇങ്ങ ചെന്നൈയിലേക്ക് കൂട്ടുപോയിന്. അക്കാവ 92 കല്യാണം പണി കൊടുത്തിട്ടാണ്. അപ്പൊ മൂത്ത അക്ക എവിടെയാണ്? നാട്ടില്. ഓക്കെ. അപ്പൊ മൂത്ത ജ്യേഷ്ഠി നാട്ടിൽ തന്നെയാണ്. അവര് കല്യാണം കഴിഞ്ഞാണ്. നിങ്ങൾ വരുമ്പോ തന്നെ കല്യാണം കഴിഞ്ഞാണ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ജ്യേഷ്ഠത്തി 92 തന്നെ കല്യാണം കഴിച്ചു. എവിടെ വെച്ചിട്ട്? ഊരിൽ വെച്ചിട്ടാ? നാട്ടിലാ? ആൻഡമാനിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ഓക്കെ. അപ്പൊ ഒരു ചെറിയ സംശയമുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചത്? 81. എപ്പോഴാണ് ആൻഡമാനിലേക്ക് വന്ന്? 84. 3 വയസ്സാകുമ്പോ ആൻഡമാനിലേക്ക് വന്നു. വിത്ത് അമ്മ
പിന്നെ ചേച്ചി ഒക്കെ ചെറിയ ചേച്ചി മൂത്ത ചേച്ചി നാട്ടില് അവർ അപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡൺ, അത് കഴിഞ്ഞു. അപ്പൊ ശക്തിവേൽ 1984 നിങ്ങൾ ആൻഡമാനിലെത്തി 3 വയസ്സുള്ളപ്പോൾ. പിന്നെന്താ ഉണ്ടായത്? രാധാകൃഷ്ണൻ നളിനി ഒരു ഫാമിലി എന്നെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. സ്കൂളിൽ ചേർത്തേണ്ട സമയത്ത് സ്കൂളിൽ ചേർത്തി. ഓക്കെ, പിന്നെ 90 എൻ്റെ അമ്മ നാட்டுக்கு போய் உங்க ஊருக்கு போயிட்டு என் ஊருக்கு போயிடுச்சு. 90 உங்க ஊருக்கு போயிட்டேன்னா அந்த டைம்ல உங்களுக்கு வந்து 9 வயசு தான் ஆகுது. உங்களை 9 வயசு குழந்தைய ஆண்டமான்ல விட்டுட்டு அம்மா ஊருக்கு போயிட்டேன். ஏன் அப்படி பண்ண? അക്ക ഡെലിവറിക്ക് പോയിருக்கு. അക്ക ഡെലിവറി 90 ഉണ്ടായിരുന്നു. അപ്പൊ അക്കാനെ നോക്കാൻ വേണ്ടി പോയി. അപ്പൊ നിങ്ങൾ ആരാ നോക്കിയത്? രാധാകൃഷ്ണൻ ഫാമിലി. അവര് എന്താ നളിനി അമ്മ നിങ്ങൾ നോക്കി. ഓക്കെ, മോനുക ഇവന്റെ A to Z കാര്യങ്ങൾ 24 വർഷമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഞാനും ഈ ഷുക്കൂർ ഭായിയും പിന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. മദ്രാസിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു. അപ്പൊ എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് അറിയാം. A to Z കാര്യങ്ങൾ. ഇവന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളവും തമിഴും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇവന് വരൂല കറക്റ്റ് ആയിട്ട് കാണും. ഇങ്ങനത്തെ സംസാരിക്കും ഉഷാറായിട്ട്. പുറമെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തപ്പലാണ് അല്ലേ? ഓക്കെ. പിന്നെ എന്താ ഉണ്ടായിട്ടുള്ളത്? 90 ഇവന്റെ അമ്മ ആൻഡമാനിന്ന് എന്റെ നാട്ടിലേക്ക് പോവാണ്. എന്റെ മൂത്ത പെങ്ങളുടെ എവിടെയാണ് നാട്? എവിടെയാണ്? തമിഴ്നാട്ടിൽ എവിടെ? മധുരയില്. ഓക്കെ. അപ്പൊ നാട്ടിലേക്ക് പോവാണ്. 92 ഇവന്റെ ഇളയ പെങ്ങളെ കല്യാണം രാധാകൃഷ്ണൻ സാറ് നടത്തി കൊടുക്കുകയാണ്. എഞ്ചിനീയർ. ഓക്കെ. പെങ്ങളുടെ പേരെന്താണ്? കമലം. കമലത്തിന്റെ കല്യാണം കഴിയാണ്. അതിന് ഇവന്റെ കയ്യിലുള്ള ആകെ ഒരു തെളിവ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ. ഈ ഒരു ഫോട്ടോയാണ് അവന്റെ കയ്യിലൊരു ഫോട്ടോ. ഇതിന്റെ ക്ലിയർ അല്ല, ആകെ 92 ഫോട്ടോ ആണ്. ഇത് ആരൊക്കെയാണ്? ഇത് രാധാകൃഷ്ണൻ സാർ, നളിനി മാഡം, പിന്നെ ഇത് നിങ്ങളുടെ അക്ക ചേച്ചി കമലം. ഇത് പുതിയാപ്പിളയാണ്. എന്താ പേര്? ഗുണശേഖരൻ. പിന്നെ നിങ്ങൾ ഇതിലൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ മാഞ്ഞു പോയിക്കണം. വേറെ ഫോട്ടോസ് ഉണ്ടാ? അപ്പൊ ഇതിലുള്ളത് പി രാധാകൃഷ്ണൻ DCE ആൻഡമാൻ HR. ഓക്കെ. നളിനി 10th ടീച്ചർ, പ്രദീപ് ഡോക്ടർ, ദിലീപ് എഞ്ചിനീയർ, കൊച്ചിൻ എറണാകുളം. അപ്പൊ ഇതെന്താണ്? പെരിയവർ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ പെരിയവർ എന്നാ വിളിക്കുക. സെക്യൂരിറ്റി ആണ്. എന്നാലും പെരിയവർ എന്ന് പറഞ്ഞാല് ചേട്ടാന്നുള്ള ഒരു അർത്ഥത്തില്. ഓക്കെ. പിന്നെ ഇതെന്താണ്? കറുപ്പയ്യ. ഓക്കെ. ശക്തിവേൽ, പിന്നെ കമലം. പിന്നെ അല്ല, ഇത് എന്തിനാണ് കൊണ്ടുനടക്കുന്നത്? എഴുതിയത് തെരഞ്ഞു പിടിക്കാൻ വേണ്ടിട്ട്. ഇവരുടെ ഈ പേരും കൊണ്ടാണ് തെരഞ്ഞു നടക്കുന്നത്. ഓക്കെ. 28 കൊല്ലമായിട്ട് ഈ പേരും വെച്ചിട്ട് തെരഞ്ഞു നടക്കുകയാണ്. റൈറ്റ്, പിടിക്കാം. ഓക്കെ. പിന്നെന്താ ഉണ്ടായി? 92 ഇവന്റെ ചേച്ചിന്റെ ഇളയ ചേച്ചിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്മ ഇവിടുന്ന് വീണ്ടും ആൻഡമാനിലേക്ക് ചെല്ലുവാണ്. ഓക്കെ. കല്യാണം കഴിഞ്ഞ ശേഷം അമ്മ തിരിച്ച് ഓക്കെ. അപ്പൊ 2 വർഷത്തിന് ശേഷം അമ്മ ആൻഡമാനിൽ വന്ന് തിരിച്ചുപോയി. അപ്പോഴും മൂപ്പര അവിടെ ഉണ്ട്. ഓക്കെ. മൂപ്പരനെ ഇവർ തന്നെ നോക്കണം. ഫാമിലി എഞ്ചിനീയർ ഫാമിലി തന്നെ നോക്കണം. പിന്നെ 94 ഈ രാധാകൃഷ്ണൻ സാറിന്റെ ഇളയ മകനുണ്ട് ദിലീപ്. അദ്ദേഹത്തിന്റെ ജോലി ആവശ്യാർത്ഥം അവർ അവിടുന്ന് ആൻഡമാനിൽ ചെന്നൈയിലേക്ക് വരികയാണ്. അപ്പൊ പുള്ളിയും ട്രാൻസ്ഫർ ആയിട്ട് ചെന്നൈയിലേക്ക് പോയി. ഫാമിലി മൊത്തം ട്രാൻസ്ഫർ ആയിട്ട് പോയി. അപ്പൊ ഇവനെയും കൂട്ടിട്ട് വന്നു ചെന്നൈയിലേക്ക് പോയി. അപ്പൊ ഇവരുടെ അച്ഛൻ അവിടെ തന്നെ, അവരെ വീട് അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം വീട്. അപ്പൊ അതിന്റെ കാവലായിട്ട് അവിടെ തന്നെ. അതിനുശേഷം ഇവനെ ചെന്നൈയിൽ സ്കൂളിൽ ചേർത്തു. എത്രാം ക്ലാസ്സിൽ ചേർത്തി? 6ാം ക്ലാസ്സിൽ നിങ്ങൾ ചെന്നൈയിൽ പോയി ചേർന്നു. ഓക്കെ. അപ്പൊ അവരുടെ മകനായിട്ട് അവരുടെ കൂടെ തന്നെ. ഓക്കെ. എന്നതിന് ശേഷം 1 വർഷത്തിന് ശേഷം ദിലീപിന് അവിടുന്ന് ജോലി കൊച്ചിയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. രണ്ടാമത്തെ മോനെ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. ആ സമയത്ത് ഇവര് എന്താക്കി, ആൻഡമാനിലെ വീട് വിറ്റു. അവിടുത്തെ വീട്, അത് സ്വന്തം വീടായിരുന്നു, അത് വിറ്റു. അപ്പൊ ഇവന്റെ അച്ഛൻ അവിടുന്ന് ചെന്നൈയിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഇവനെയും കൂട്ടിട്ട് അച്ഛൻ നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ പോകുമ്പോ അമ്മ എന്റെ അടുത്ത് 300 രൂപ പൈസ കൊടുത്തു. ആര്? ഇവരെ നളിനി മാഡം. എന്തിനാ 300 രൂപ? പോയി ചേച്ചിന്റെ മോളൊക്കെ കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് വാ, നാട്ടിൽ പോയിട്ട് എന്നെ പഠിപ്പിച്ചു തരാം, ജോലി ഏതോ ഓഫീസിലെ സാറിന്റെ ഓഫീസിൽ ഏതോ ജോലിയാക്കി തരാം അങ്ങനെ പറഞ്ഞത്. പോയി നോക്കി വരാൻ പറഞ്ഞ് വണ്ടിക്കൂലി 300 രൂപ തന്നു. അപ്പൊ 300 രൂപയും കൊടുത്തിട്ട് നല്ല അമ്മ എന്റെ അച്ഛന്റെ കൂടെ വിടുകയാണ്. കുടുംബങ്ങളെ കാണാനും അതേപോലെ തന്നെ ചേച്ചിയുടെ കുട്ടനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ ചെന്നൈയിലേക്ക് തിരിച്ചു വരാൻ 300 രൂപ കയ്യിൽ കൊടുത്തിട്ടാണ് വിടുന്നത്. ഏത് വർഷമാണ്? 95 നിങ്ങൾ നാട്ടിലേക്ക് പോയി. അതിനെ എത്തിയപ്പോ അച്ഛനും അമ്മയും എന്നെ പറഞ്ഞു വെച്ചില്ല, ചെന്നൈക്ക് വിട്ടില്ല. വിട്ടില്ല. എന്നിട്ട് പിന്നെ അവിടെ സ്കൂളിൽ ചേർന്ന? ഇല്ല, അതോടെ എന്റെ
പഠിപ്പ് കഴിഞ്ഞു. 6ാം ക്ലാസ്സോടെ പഠിത്തം കഴിഞ്ഞു. അച്ഛനും അമ്മയും തിരിച്ചും പറഞ്ഞയച്ചില്ല, പഠിത്തമില്ല. പിന്നെന്താ ചെയ്തത്? പിന്നെ വെൽഡിംഗ് പണി പോയി, പിന്നെ അഗ്രികൾച്ചർ മണ്ണ് വെട്ടാൻ പണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി. അതോടെ എൻ്റെ പഠിപ്പ് ജീവിതം ഇതായി പോയി. പിന്നെ അപ്പൊ നിങ്ങൾ ഇവിടുന്ന് വന്നേ പിന്നെ ഈ രാധാകൃഷ്ണൻ സാറിനെയും പിന്നെ ഒന്നും ബന്ധപ്പെട്ടില്ല? ഇല്ല. എന്തേ? അഡ്രസ് ഒന്നും ഇല്ല. അഡ്രസ് ഇല്ല. കുറെ നാളൊക്കെ കണ്ടു. അവന്റെ അടുത്തുള്ള ഒരു ഫോട്ടോ മാത്രമാണ്. ആ ഒരു ഫോട്ടോ ആണ്. പേര് പറയും. ഓക്കെ. അപ്പൊ ഇവരാണെങ്കിൽ നീ വരുന്ന് പറഞ്ഞിട്ട് കാത്തു വെച്ചാ അച്ഛനും അമ്മയും വിട്ടതുമില്ല. ഓക്കെ. അവിടെ കൂലിപ്പണിക്കൊക്കെ പോയി. അവിടെ നാട്ടിൽ കൂടെ തന്നെ കൂലിപ്പണി വെൽഡിംഗ് പണിയും ഒക്കെ കൂടി ആയിട്ട് എല്ലാം പോയി. അവിടെ എൻ്റെ സുഹൃത്ത് സെന്തിലിന് ഒരാള് എന്നെ പോയി ചെന്നൈയിൽ പോയി. എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ടാവും. 19 വയസ്സുണ്ട്. 19 വയസ്സ് വരെ നാട്ടിൽ കൂടെ തന്നെ. എന്നിട്ട് പിന്നെ അവിടെ ഹോട്ടലിൽ എംബസി ഹോട്ടലിനാ പോയി പണിയെടുത്ത് ചെന്നൈയിലെ ഹോട്ടലിൽ. അപ്പൊ മുപ്പറ് ജലീല പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ബന്ധമാവണത്. ആ ഹോട്ടലിനാണ് ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. എന്നതിന് ശേഷം എന്താ ഉണ്ടായത്? 2000 ഞങ്ങള് ഒരുമിച്ച്, അതായത് ചെന്നൈയിൽ ഒരുമിച്ച് ഞങ്ങളുണ്ട്, എംബസി ഹോട്ടലിൽ തണ്ടാർപേട്ട. 2008 ഇവന്റെ വിവാഹം നടക്കുകയാണ്. ഇവന്റെ സ്വന്തം പെങ്ങളെ ചേച്ചീന്റെ മോളെ തന്നെയാണ് ഇവൻ വിവാഹം കഴിക്കുന്നത്. ചേച്ചിയുടെ മോളിലെ തന്നെ. അത് പിന്നെ തമിഴ്നാട് സംസ്കാരമാണ് അക്കാ പൊണ്ണിനെ കല്യാണം കഴിക്കല്. അതെ. അതിനുശേഷം 2008 4 വർഷം കൂടി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. 2012 വരെ ഇവൻ ഞങ്ങളെ കൂടെ ഉണ്ട് ജോലിയായിട്ട്. പിന്നെ അവന് കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം ഇവൻ നാട്ടിലേക്ക് തന്നെ പോന്നു. നാട്ടിൽ സെറ്റിൽ ആയി. അതിനുശേഷം ഇവന് തൃശ്ശിയിൽ IMM ജോലി കിട്ടാണ് അവിടെ. എന്തായിട്ട്? ഓഫീസ് ബോയ് ആയിട്ട്. ടെമ്പററി ആയിട്ടാണ് ഓഫീസ് ബോയ് ആയിട്ട് ജോലി കിട്ടുന്നത്. പിന്നീട് തൃശ്ശിയില് IMMന്റെ അടുത്ത് തന്നെ ഒരു വാടക വീട് എടുത്തിട്ട് ഇവനും ഭാര്യയും കുട്ടികളും. കുട്ടികളായി അപ്പോഴത്തേനും? എത്ര മക്കള്? 2 മക്കള്. 2 മക്കള്. എന്ത് കുട്ടികളാണ്? 2 പെൺകുട്ടികൾ. ഓക്കെ. അവിടെ താമസമായി. അങ്ങനെ നാടുമായിട്ട് ഇവൻ ലയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 2022 ഇവന് സ്ട്രോക്ക് വരുവാണ്. സ്ട്രോക്ക് വന്നു. ഒരു ഭാഗം തളർന്നുപോയി. അങ്ങനെ ഇവന്റെ ഫാമിലിയിൽ നിന്ന് ഇവനെ പുറത്താക്കുകയാണ്. ഇവന്റെ ഫാമിലിയിൽ നിന്ന് ഇവനെ പുറത്താക്കി. ഈ സ്ട്രോക്കോടെ ഇവനെ പുറത്താക്കുക. ഇവൻ പിന്നെ കിടന്നത് കടത്തുണ്ണയിലാണ്. ഈ സ്ട്രോക്കും കൊണ്ട്. അവിടെ നിന്ന് ഇവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഇവനെ ഹോസ്പിറ്റലിലാക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. കൂടെ ഇവന്റെ ഇളയ പെങ്ങള് ഇവനെ കൂട്ടിക്കൊണ്ടുപോവാണ്. എവിടേക്ക്? അവരുടെ നാട്ടിലേക്ക്. എവിടെയാണ് ഇളയ പെങ്ങളുടെ വീട്? എവിടെയാണ്? പട്ടുകോട്ട. അങ്ങനെ പട്ടുകോട്ടുള്ളവന്റെ 2ാമത്തെ പെങ്ങള് ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ നിരന്തരം ഇവനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ നടക്കാനൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഒരു 4-5 മാസത്തിന് ശേഷം ഇവൻ ഞങ്ങളെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് നിങ്ങളെ ഉള്ളൂ, വേറെ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പണി നിങ്ങൾ കണ്ടെത്തിയിട്ടാണ്. അങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഷുക്കൂർ ഭായിനെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് അവനെ എന്ത് ജോലി കൊടുക്കാം എന്നുള്ളങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഷുക്കൂർ ഭായ് ഇങ്ങനെ ഒരു കടേൻ്റെ കാര്യം പറയുന്നതും അവന് ഈ കട റെഡിയാക്കി കൊടുക്കുന്നു. ഓക്കെ. ഇത് ഷുക്കൂർ ഭായിൻ്റെ കട തന്നെ. അതെ. അപ്പോൾ ജലീൽ എന്നെ വിളിച്ചിട്ടുണ്ടായി, ശക്തിൻ്റെ കാര്യം വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ശക്തികളല്ല, നമ്മളെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നാണല്ലോ. അവൻ എന്തായാലും ഞാൻ വിളിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ കട അപ്പം തന്നെ ഇവിടെ ഏർപ്പാടാക്കി തുടങ്ങി. അപ്പോൾ വന്ന് കടയിൽ ഇപ്പോൾ 3-4 മാസമായിട്ട് ഇവിടെ ഉണ്ട്. 3-4 മാസമായിട്ട്. അപ്പൊ നിങ്ങൾ ഈ ശക്തിവേലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കട തട്ടിക്കൂട്ടിയതാണ് അല്ലേ? അപ്പൊ ഇപ്പൊ മൂപ്പരുടെ അസുഖം കാര്യങ്ങൾ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ? അത് ഞാൻ എല്ലാ മാസവും മജീദ് ഡോക്ടറാണ് കാണിക്കുന്നത്. എല്ലാ മാസവും കൊണ്ടേ കാണിക്കും, മെഡിസിൻ വാങ്ങി കൊടുക്കൊക്കെ കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുമില്ല. അപ്പോൾ മൊയിനിക്ക ഇവനൊരു മുക്കത്തുനിന്ന് ഞാൻ വണ്ടിമ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ആവശ്യപ്പെട്ട് എറണാകുളം എവിടെയാണെന്ന് ചോദിച്ചത്. അവനറിയില്ല, ഞാൻ ആദ്യമായിട്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം പഴയ പ്രശ്നം, ഈ ഫോണിൽ കൂടെ ഒക്കെ പറയുന്ന പ്രശ്നം, ഈ രാധാകൃഷ്ണൻ സാറിനെ കാണണം. അപ്പോഴും പ്രശ്നം തന്നെയാണ്. അവനിവിടെ എത്തി പണി കിട്ടി എന്നുള്ള ഒന്നല്ല പ്രശ്നം. പണി കിട്ടാൻ പോകണുള്ളൂ എൻ്റെ പേര് വരുന്നുള്ളൂ. വരുമ്പം തന്നെ ചോദിച്ച ഇതാണ്. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം ഇവൻ്റെ അടുത്ത് കുറച്ച് ഈ ദിലീപ് ഇവരൊക്കെ എഴുതി പേപ്പറും പേരും കാര്യമൊക്കെ ഉണ്ട്. അത് എന്നെ കൊണ്ട് പറ്റുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പേര് വെച്ച് സെർച്ച് ചെയ്യും. എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ വിചാരിച്ചത് നടക്കും. നിങ്ങളൊക്കെ കുറേ ആൾക്കാർ നിങ്ങളെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, കുറേ ആൾ വ്യൂവേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഓന് വേണ്ടി ആ ഫാമിലിനൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നിങ്ങളൊന്ന് ശ്രമിക്കും. തീർച്ചയായും. നിങ്ങൾ ശക്തിവേലിന്റെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നன்றി കടൻ എന്ന് പറയുന്നത്, അതായത് അവരുടെ ചെയ്തതിനുള്ള നന്ദി എന്നുള്ള പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്നും ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും ഇതുപോലൊരു മനുഷ്യനും അതേപോലെ തന്നെ ഇതുപോലുള്ള സുഹൃത്തുക്കളും ഉണ്ട്. നമ്മുടെ ഇടയിൽ ജാതി മതം വരമ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. തമിഴ്നാട് കിടക്കുന്ന ശക്തിവേലിനെ ഈ ഷുക്കൂർക്കയും അതേപോലെ തന്നെ ജലീൽ ബായും ഇവരുടെ ഗ്യാങ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ ഇവനെ നോക്കണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വലിയൊരു മനസ്സ് നിങ്ങൾ കാണാതെ പോരുത്. പിന്നെ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഈ പറഞ്ഞ രാധാകൃഷ്ണൻ സാറോ അല്ലെങ്കിൽ ഡോക്ടർ പ്രദീപോ അല്ലെങ്കിൽ എഞ്ചിനീയർ ദിലീപോ ആരത്തെങ്കിലും മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുപിടിച്ചാൽ നടക്കും. അതേപോലെ തന്നെ ശക്തിവേലിൻ്റെ ചിരകാലാഭിലാഷമായ ആ കുടുംബത്തിനെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുടുംബം കാര്യങ്ങളോ ഒന്നുമല്ല, അവരൊന്ന് കാണണം എന്നുള്ള അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം വേണ്ടി. ഇതിൽ നിങ്ങൾ സഹകരിച്ചാൽ ഇത് എത്തേണ്ടവിടേക്ക് എത്തും. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.